Dear students, good morning. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ഷെയർ സർട്ടിഫിക്കറ്റ്, എന്താണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഷെയർ സർട്ടിഫിക്കറ്റ്? ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്റ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി സ്റ്റേറ്റിംഗ് ദാറ്റ് ദ പേഴ്സൺ നെയ്മഡ് therein is registered holder of a specified number of shares of a certain class and there are paid up to the amount specified in the share certificate. ഓക്കെ, ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റിൽ ആരുടെ പേരാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ വ്യക്തി ഈ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് ഷെയർ അത് എത്രയാണോ അത്രയും ഷെയറിൻ്റെ ഉടമസ്ഥരാണ്, അല്ലെങ്കിൽ അത്രയും ഷെയർ അവരുടെ കയ്യിലുണ്ട് എന്നതിന് തെളിവായി കമ്പനി കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഷെയർ സർട്ടിഫിക്കറ്റ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എൻ്റെ പേരിൽ ഒരു കമ്പനി ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു, എനിക്ക് ഇഷ്യൂ ചെയ്തു. അതിൻ്റെ അതിലെഴുതിയിട്ടുണ്ട് കമ്പനിയുടെ 100 ഷെയറാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു ഷെയറിൻ്റെ വില 500 രൂപയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് ഈ കമ്പനിയിൽ 500 രൂപയുടെ 100 ഷെയർ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അതിന് തെളിവായിട്ട് എനിക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ആണെന്ത് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഷെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് എൻ്റെ കയ്യിൽ ഇത്രയും കമ്പനിയുടെ ഷെയർ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് എനിക്ക് സൂക്ഷിച്ച് വെക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരിക്കലും ട്രാൻസ്ഫറബിൾ അല്ല. ഷെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് കണ്ടൻസ് ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ്. എന്തൊക്കെയാണ് ഷെയർ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകുന്ന കണ്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി കമ്പനി, സീരിയൽ നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഷെയർ ഹോൾഡർ, നമ്പർ ആൻഡ് ക്ലാസ് ഓഫ് ഷെയർ, അതായത് ഏത് ടൈപ്പ് ഷെയർ ആണ്, അത് എത്ര എണ്ണം ഉണ്ട് എന്ന്. ഓക്കെ, ഡിസ്റ്റിങ്റ്റീവ് നമ്പർ ഓഫ് ഷെയർസ്, നോമിനൽ വാല്യൂ, എമൗണ്ട് പെയ്ഡ് ഓൺ ഈച്ച് ഷെയർ, കോമൺ സീല്, സിഗ്നേച്ചർ, സ്പേസ് ഫോർ സിഗ്നേച്ചർ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ഷെയർ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകുക. ഓക്കെ, ഇനി അടുത്തത് ഷെയർ വാറൻ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഷെയർ സർട്ടിഫിക്കറ്റും ഷെയർ വാറൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക. ഷെയർ വാറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്റ് ഇഷ്യൂഡ് അണ്ടർ ദ കോമൺ സീൽ ഓഫ് ദി കമ്പനി സ്റ്റേറ്റിംഗ് ദാറ്റ് bearer is entitled to the specified number of shares. Bearer is entitled to the specified number of shares. Being a bearer document, it can be transferred by mere delivery. It is not necessary to register the transfer. It is a negotiable instrument. അതായത് ഇതിൽ പറഞ്ഞത് ഷെയർ വാറൻറ്റ് എന്ന് പറഞ്ഞാൽ അത് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ഒരു കോമൺ സീലിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഡോക്യുമെൻ്റ് ആണ് എന്ത് ഷെയർ വാറൻറ്റ്. ഈ ഷെയർ വാറൻറ്റ് ആർക്കാണ് കമ്പനി കൊടുക്കുക? കമ്പനിയുടെ ഷെയർ ആരെ കയ്യിലാണുള്ളത് അവർക്ക് തന്നെയാണ് കൊടുക്കുക. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഷെയർ വാറൻറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് പോലെയല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഒരു വ്യക്തിക്ക് വേറെ വ്യക്തിയിലേക്ക് ഷെയർ വാറൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം ആരെ കയ്യിലാണോ ഷെയർ വാറൻറ്റ് ഉള്ളത് അവർക്കാണ് ഷെയറിൻ്റെ ഉടമസ്ഥാവകാശം. മനസ്സിലായല്ലോ? ആരാണോ ഈ ഡോക്യുമെൻ്റ് ഷെയർ വാറൻറ്റ് എന്ന ഡോക്യുമെൻ്റ് ബിയർ ചെയ്യുന്നത് അവർക്കാണ് ഷെയറിൻ്റെ ഓണർഷിപ്പ്. ഓക്കെ, ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ഇത് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഷെയർ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? ഷെയർ വാറൻ്റ് ആണ്. കാരണം ഷെയർ സർട്ടിഫിക്കറ്റ് എന്തല്ല, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ല, അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഷെയർ സർട്ടിഫിക്കറ്റും ഷെയർ വാറൻറ്റും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ പറഞ്ഞിട്ടില്ല, ഞാനിപ്പോൾ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ വ്യത്യാസം, ഷെയർ സർട്ടിഫിക്കറ്റ് പ്രൈവറ്റ് കമ്പനിക്കും പബ്ലിക് കമ്പനിക്കും ഇഷ്യൂ ചെയ്യാം. എന്നാൽ ഷെയർ വാറൻറ്റ് പബ്ലിക് കമ്പനി മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തത്, ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് ട്രാൻസ്ഫറബിൾ ആണ്, അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഷെയർ വാറൻറ്റ് ഈസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫറബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, പിന്നെ
ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനൊന്നും വേണ്ട. പക്ഷേ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. അതേപോലെ തന്നെ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ ആർട്ടിക്കിൾസ് കമ്പനിയുടെ ആർട്ടിക്കിൾസ്, അതായത് മെമ്മറാൻഡത്തിനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെയും ഓതറൈസേഷൻ വേണമെന്നില്ല, അതിൽ പറഞ്ഞിരിക്കണമെന്നൊന്നുമില്ല. എന്നാൽ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാൻ ഇറ്റ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ദി ആർട്ടിക്കിൾസിൻ്റെ അംഗീകാരമുണ്ടെങ്കിൽ മാത്രമേ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമുള്ളൂ. ഓക്കെ. പിന്നെ എന്നുള്ളത് ഷെയർ വാറൻറ്റിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി, അതായത് നമ്മൾ സാധാരണ ട്രാൻസ്ഫറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഹൈ എമൗണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നുണ്ട് ഇനി ഷെയർ വാറൻറ്റിന്. എന്നാൽ പിന്നെ ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ കേസിലോ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു നോമിനൽ മാത്രമാണ്, ഒരു പേരിന് മാത്രമുള്ള ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നുള്ളൂ. ഓക്കെ. എന്നാൽ ഷെയർ വാറൻറ്റിൻ്റെ കേസിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് ഹൈ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ വാറൻറ്റും ഷെയർ സർട്ടിഫിക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാക്കുക, ഷെയർ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫറബിൾ അല്ല, എന്നാൽ ഷെയർ വാറൻറ്റ് ട്രാൻസ്ഫർ ആണ്. അതേപോലെ ഷെയർ വാറൻറ്റ് പബ്ലിക് കമ്പനിക്ക് മാത്രമേ ഷെയർ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി അടുത്തത് ട്രാൻസ്ഫർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ നമുക്ക് പഠിക്കാനുള്ളതാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർ. അപ്പോൾ എന്താണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, അതേപോലെ എന്താണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർ എന്നാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ട്രാൻസ്ഫർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയർ ഓഫ് പബ്ലിക് കമ്പനി ഈസ് ട്രാൻസ്ഫറബിൾ, ഷെയർ ഓഫ് പ്രൈവറ്റ് കമ്പനി സർട്ടൻ റെസ്ട്രിക്ഷൻ ടു ദി ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു ഷെയർ നമ്മുടെ കയ്യിലുള്ള ഒരു വ്യക്തിയുടെ കയ്യിലുള്ള ഷെയർ വേറൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഫർ ഓഫ് ഷെയർ എന്ന് പറയാം. ഓക്കെ. ട്രാൻസ്ഫർ ഓഫ് ഷെയറിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ഒരു ട്രാൻസ്ഫററും അതേപോലെ ഒരു ട്രാൻസ്ഫറിയും ഉണ്ടാവും. ട്രാൻസ്ഫറർ ആരാണോ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളാണ് ട്രാൻസ്ഫറി, ആർക്കാണോ ഷെയർ കൊടുക്കുന്നത് അയാളാണ് ട്രാൻസ്ഫറി. അവരുടെ രണ്ടുപേരുടെയും കൺസെൻ്റ് ഉള്ള സമയത്താണ് ട്രാൻസ്ഫർ നടക്കുക. അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ ട്രാൻസ്ഫററും അത് കൈപ്പറ്റാൻ ട്രാൻസ്ഫറിയും താല്പര്യപ്പെടുന്ന സമയത്താണ് ട്രാൻസ്ഫർ സംഭവിക്കുക. ഓക്കെ. അപ്പോൾ അത് ഏത് സമയത്തും മറ്റ് എനി ടൈമിലും എന്ത് സംഭവിക്കാം, ട്രാൻസ്ഫർ സംഭവിക്കാം. എപ്പോഴാണോ ട്രാൻസ്ഫറിയും താല്പര്യപ്പെടുന്നത് അപ്പോൾ അത് സംഭവിക്കാം. ഇത് പബ്ലിക് കമ്പനീൻ്റെ കേസിലും പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിലും ട്രാൻസ്ഫർ സംഭവിക്കാം, ട്രാൻസ്ഫർ ഓഫ് ഷെയർ സംഭവിക്കാം. പക്ഷേ പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിൽ വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ. പ്രൈവറ്റ് കമ്പനിയുടെ ഓണർഷിപ്പ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് അത്ര ഈസി അല്ല. പക്ഷെ നിങ്ങൾക്കറിയാം പബ്ലിക് കമ്പനീൻ്റെ കേസിൽ ഷെയറുകൾ എപ്പോഴും ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ലിങ്ങും ബൈയിങ്ങും ഒക്കെ എപ്പോഴും നടക്കും, എപ്പോഴും ഷെയറിൻ്റെ ട്രാൻസ്ഫർ ഈസി ആയിട്ട് നടക്കും. ഓക്കെ. ട്രാൻസ്ഫർ രണ്ട് തരത്തിൽ പ്രധാനമായിട്ടും ട്രാൻസ്ഫർ ഉണ്ട്. ഒന്ന് ഫോർജ്ഡ് ട്രാൻസ്ഫറും മറ്റൊന്ന് ബ്ലാങ്ക് ട്രാൻസ്ഫറും. ഫോർജ്ഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഫോർജ്ഡ് ട്രാൻസ്ഫർ ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ വിച്ച് ദ സിഗ്നേച്ചർ ഓഫ് ദി ട്രാൻസ്ഫർ ഈസ് ഫോർജ്ഡ് ഈസ് കോൾഡ് എ ഫോർജ്ഡ് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് എനി ട്രാൻസ്ഫർ ബേസ്ഡ് ഓൺ സച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് ഫോർജ്ഡ് ട്രാൻസ്ഫർ. അതായത് ശ്രദ്ധിക്കുക, സാധാരണയായിട്ട് ഒരു ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് ട്രാൻസ്ഫറർ, അതായത് ആരുടെ ഷെയർ ആണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഷെയറിൻ്റെ അല്ലെങ്കിൽ ഓണർ ഓഫ് ദി ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ അവരാണ് ട്രാൻസ്ഫറർ. ആ ട്രാൻസ്ഫറർ എന്ത് ചെയ്യണം, ആ ഇൻസ്ട്രുമെൻറ്റിൽ സൈൻ ചെയ്തിരിക്കണം. ഇനി ഏതെങ്കിലും കേസിൽ ട്രാൻസ്ഫറുടെ സൈൻ ഇല്ലാതെ ട്രാൻസ്ഫർ സംഭവിക്കുകയാണെങ്കിൽ അതിനെ ഫോർജ്ഡ് ട്രാൻസ്ഫർ എന്ന് പറയാം. പക്ഷെ ശ്രദ്ധിക്കുക, ഈ ഫോർജ്ഡ് ട്രാൻസ്ഫർ ശരിക്ക് ഒരു വോയിഡ് ട്രാൻസാക്ഷനാണ് അല്ലെങ്കിൽ ഇൻവാലിഡ് ആണ്. നിയമപരമായിട്ട് ഇതിന് യാതൊരു സാധുതയുമില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരു വ്യക്തി ട്രാൻസ്ഫറിക്ക് അയാളുടെ സൈനില്ലാതെ കൈമാറിയാൽ ശരിക്കും ഇതൊരു ചീറ്റിംഗ് ആണ്. അപ്പോൾ ഷെയർ കൈമാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കമ്പനി എന്ത് ചെയ്യും, ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആരാണോ ഷെയർ വാങ്ങിയത്, അതായത് ട്രാൻസ്ഫറിക്ക് കമ്പനി ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ശരിക്കും ഇവിടെ ട്രാൻസ്ഫറി ചിലപ്പം അയാൾ അറിയാതെ ചീറ്റ് ചെയ്യപ്പെട്ടതായിരിക്കും. ഓക്കെ. കാരണം ട്രാൻസ്ഫറർ സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വരുന്ന നഷ്ടം, അപ്പോൾ ഇയാൾ പിന്നെ ഷെയർ വാങ്ങാനുള്ള കാരണം എന്താണ്, കമ്പനി ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്.
പക്ഷേ സൈൻ ചെയ്യാത്തതുകൊണ്ട് എന്തല്ല, അത് വാലിഡ് അല്ല. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫറിക്ക് വരുന്ന നഷ്ടം കമ്പനി കൊടുക്കേണ്ടി വരും. ഓക്കെ, കാരണം കമ്പനി ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത് കൊണ്ടാണ് ഇയാൾ എന്ത് ചെയ്തത്, ഈ ഷെയർ വാങ്ങാൻ കാരണം. അപ്പോൾ അങ്ങനെ വരുന്ന നഷ്ടം കമ്പനി കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ കമ്പനി എന്ത് ചെയ്യും, ആരാണോ ഈ ട്രാൻസാക്ഷൻ നടത്തിയത്, അതായത് ട്രാൻസ്ഫറർ, ഈ ട്രാൻസ്ഫറിൽ നിന്ന് കമ്പനി എന്ത് ചെയ്യും, നഷ്ടപരിഹാരം കമ്പനി ഈടാക്കുകയും ചെയ്യും. ട്രാൻസ്ഫറിക്ക് ആര് കൊടുക്കേണ്ടി വരും, കമ്പനിയും കൊടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് ഫോർജ്ഡ് ട്രാൻസ്ഫർ. ഫോർജ്ഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫററുടെ സൈൻ ഇല്ലാതെ, സിഗ്നേച്ചർ ഇല്ലാതെ നടത്തുന്നതാണ് എന്ത്, ഫോർജ്ഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞതിൽ. ഓക്കെ, ഇത് ശരിക്കും എന്താണ്, ഇല്ലീഗലാണ് അല്ലെങ്കിൽ വോയിഡ് ആണ്. ഓക്കെ, ബ്ലാങ്ക് ട്രാൻസ്ഫർ. അടുത്തത് ബ്ലാങ്ക് ട്രാൻസ്ഫർ ആണ്. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ വേർ ബൈ ദ ട്രാൻസ്ഫർ ഹാൻഡ്സ് ഓവർ ടു ദ ബയർ ദ സർട്ടിഫിക്കറ്റ് ആൻഡ് ബ്ലാങ്ക് ട്രാൻസ്ഫർ ഡീഡ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ട്രാൻസ്ഫർ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ് ട്രാൻസ്ഫററുടെ സൈന് വേണമെന്ന് പറഞ്ഞ്. എന്നാൽ ചില കേസിൽ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ അദ്ദേഹം സൈൻ ചെയ്യാതെ തന്നെ പിന്നെ സർട്ടിഫിക്കറ്റും ഷെയർ സർട്ടിഫിക്കറ്റും അതേപോലെ ട്രാൻസ്ഫർ ഡീഡും എന്ത് ചെയ്യും, ട്രാൻസ്ഫർ സൈൻ ചെയ്യാതെ തന്നെ കൈമാറും. എങ്ങനെ, അത് ചീറ്റിംഗ് അല്ല, ഇയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ ട്രാൻസ്ഫറും ട്രാൻസ്ഫറിയും പരസ്പരം അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അങ്ങനത്തെ ട്രാൻസ്ഫർ നടത്തും. അവിടെ എന്ത് ചെയ്യൂല, സൈൻ ചെയ്യും. സൈനും പിന്നെ ട്രാൻസ്ഫറുടെ പേരുമൊക്കെ എഴുതും. എന്താണ് എഴുതാതിരിക്കുക എന്ന് വെച്ചാൽ ട്രാൻസ്ഫറിൻ്റെ പേര് എഴുതൂല. ആർക്കാണോ ഇയാൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ട്രാൻസ്ഫറിൻ്റെ പേര് എഴുതൂല. ഓക്കെ, എന്ത് ചെയ്യുള്ളൂ, ട്രാൻസ്ഫറർ സൈൻ ചെയ്യും, അതേപോലെ ട്രാൻസ്ഫറുടെ പേരും എഴുതും, പക്ഷേ ട്രാൻസ്ഫറിൻ്റെ പേര് എഴുതൂല. ആർക്കാണോ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് കാണിക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ഈ ഷെയറുകൾ ഇങ്ങനെ കൈമാറിക്കൊണ്ടേ ഇരിക്കും. അപ്പം എപ്പോഴും ഇങ്ങനെ നിരന്തരം പേര് മാറ്റിക്കൊണ്ടേ വരും. ആ റിസ്ക് ഒഴിവാക്കാനാണ്. ആർക്കാണോ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളുടെ പേര് അതിൽ കാണിക്കൂല. എന്നിട്ട് എന്ത് ചെയ്യും, ഷെയർ ചിലപ്പം ഒരു എ എന്ന് പറഞ്ഞ വ്യക്തി ബി എന്ന വ്യക്തിക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന കരുതിക്കോ. അപ്പോൾ ബി ആണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യും, പക്ഷേ ബീൻ്റെ പേര് അതിൽ കാണിക്കൂല. ബി എന്ത് ചെയ്യും, ചിലപ്പോൾ സിക്ക് കൈമാറും, സി ഡിക്ക് കൈമാറും, ഡി ഇക്ക് കൈമാറും, അങ്ങനെ കൈമാറി പോകും. ആരാണോ അത് ആ ഷെയർ അല്ലെങ്കിൽ ആ ഷെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ ഷെയർ കയ്യിൽ വെക്കാൻ, റീറ്റെയിൻ ചെയ്യാൻ, കൈവശം വെക്കാൻ ആരാണോ ഉദ്ദേശിക്കുന്നത് അയാളുടെ കയ്യിലെത്തുമ്പോൾ എന്ത് ചെയ്യും, അതായത് ഒരു വ്യക്തി, ആ വ്യക്തി എന്ത് ചെയ്യണം, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ആ വ്യക്തി തന്നെ കയ്യിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അയാളുടെ പേര് അതിൽ ആഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിനെയാണ് നമ്മൾ ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുക. ബ്ലാങ്ക് ട്രാൻസ്ഫറിൽ എന്താ പറഞ്ഞത്, ട്രാൻസ്ഫറിയുടെ ആർക്കാണോ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളുടെ പേര് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ട്രാൻസ്ഫറാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർ. ട്രാൻസ്മിഷൻ ഓഫ് ഷെയറും ട്രാൻസ്ഫർ ഓഫ് ഷെയറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കോ. ട്രാൻസ്മിഷൻ ഈസ് ദ പാസിംഗ് ഓഫ് ദി ടൈറ്റിൽ പ്രോപ്പർട്ടി ഇൻ ഷെയർസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ബൈ ദി ഓപ്പറേഷൻ ഓഫ് ലോ ഓൺ ദി ഹാപ്പനിങ് ഓഫ് ഇവൻറ്റ്സ് ആസ് ഡെത്ത്, ഇൻസോൾവൻസി, ലുനാസി ഓഫ് എ ഷെയർ ഹോൾഡർ. അതായത് ശ്രദ്ധിക്കുക, ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ പോലെ തന്നെയാണ്. ഒരു സാധനത്തിൻ്റെ ഉടമസ്ഥാവകാശം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് മാറുന്നതിനെ ആണ് ട്രാൻസ്മിഷൻ എന്ന് പറയുക. പക്ഷേ എപ്പോഴാണ് ട്രാൻസ്മിഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഓൺ ദ ഹാപ്പനിങ് ഓഫ് ഇവൻറ്റ്സ് ആസ് ഡെത്ത്, ഇൻസോൾവൻസി, ലുനാസി ഓഫ് എ ഷെയർ ഹോൾഡർ. അതായത് ഷെയർ ഹോൾഡർക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ അയാൾ ഇൻസോൾവൻ്റ് ആവുകയോ പാപ്പരാവുകയോ അല്ലെങ്കിൽ അയാളുടെ മരണം സംഭവിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഷെയർ അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിലേക്കോ അസൈനിലേക്കോ നോമിനിയിലേക്കോ ഒക്കെ എന്ത് ചെയ്യും, കൈമാറ്റം ചെയ്യപ്പെടും. ഉദാഹരണം പറയുക, ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ മരണപ്പെട്ട് അല്ലെങ്കിൽ അയാൾ ഇൻസോൾവൻ്റായി, അല്ലെങ്കിൽ എന്തെങ്കിലും അൺസൗണ്ട് മൈൻഡ്, അയാൾക്ക് എന്തെങ്കിലും അസുഖമോ ഭ്രാന്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു, അത്തരം സന്ദർഭങ്ങളിൽ അയാളുടെ ഷെയറിൻ്റെ ഹോൾഡർ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ നോമിനിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതിനെയാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുക. അപ്പോൾ ട്രാൻസ്മിഷൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ
ഒരു പ്രത്യേക സാഹചര്യം വരുന്ന സമയത്ത് ആണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കയ്യിലുള്ള ഷെയർ ഓട്ടോമാറ്റിക്കലി അയാളുടെ നോമിനിയിലേക്ക് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ ഒരു ഈ പ്രത്യേക ഇവൻറ്റ് സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ട്രാൻസ്ഫറാണ് എന്ത്, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ. എന്നാൽ ട്രാൻസ്ഫർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വളണ്ടറി ആയിട്ട് ഒരു ഷെയർ കയ്യിലുള്ള ആളും ഷെയർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളും തമ്മിൽ നടത്തുന്നതാണ് ട്രാൻസ്ഫർ. പക്ഷേ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വളണ്ടറി അല്ല. ഒരു മരണം അല്ലെങ്കിൽ ലുനാസി അല്ലെങ്കിൽ ഇൻസോൾവൻസി ഒക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ഇത് ട്രാൻസ്മിഷൻ. ഓക്കെ, അതൊരു കമ്പൾസറി പോലെയാണ്, അതൊരിക്കലും എന്തില്ല, വളണ്ടറി അല്ല. ഇനി പറയാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർ. എന്താണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർ അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയറും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ് ട്രാൻസ്ഫർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ വളണ്ടറി ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്ഫർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ വളണ്ടറി ആണ്. കാരണം രണ്ട് വ്യക്തികളും ട്രാൻസ്ഫറിയും സ്വമേധയാ ഇഷ്ടപ്രകാരം നടത്തുന്നതാണിത് ട്രാൻസ്ഫർ ഓഫ് ഷെയർ. എന്നാൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇൻവോളണ്ടറി ആണ്. കാരണം വളണ്ടറി അല്ല, സ്വമേധയാ ഇഷ്ടപ്രകാരം ഒന്നല്ല. അയാൾ മരണപ്പെട്ടു, സ്വാഭാവികമായിട്ടും അയാളുടെ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ അയാൾക്ക് വല്ല അൺസൗണ്ട് മൈൻഡായി, അല്ലെങ്കിൽ എന്താ ചെയ്യുക, അയാൾ ഇൻസോൾവൻ്റായി, പേപ്പറായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ അസൈനിലേക്ക് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിലേക്ക് അയാളുടെ ഷെയറിൻ്റെ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ അതൊരിക്കലും എന്തല്ല, വളണ്ടറി അല്ല. അടുത്തത് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ടു ദി കമ്പനി. അതായത് ഈ ട്രാൻസ്ഫർ നടക്കുക സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫർ ടു ദ കമ്പനി എന്നത് ഉദ്ദേശിക്കുന്നത് വൈൽ എ ട്രാൻസ്ഫർ ഫോം ഹാസ് ടു ബി എക്സിക്യൂട്ടഡ് ആൻഡ് ഡെലിവേർഡ് ടു എ കമ്പനി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർ. അതായത് കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു അപേക്ഷ കമ്പനിക്ക് കൊടുക്കും. ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് അപേക്ഷ കൊടുക്കും. ഓക്കെ, അത് ചിലപ്പോൾ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിയോ ഒക്കെ ആകാം, ചിലപ്പോൾ രണ്ടുപേരും കൂടി ആവാം. ഓക്കെ, ആ സമയത്താണ് ട്രാൻസ്ഫർ നടക്കുക. എന്നാൽ ട്രാൻസ്മിഷൻ നടക്കാൻ എന്തു മതി, അപ്ലിക്കേഷൻ ബൈ ദി ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഈസ് സഫിഷ്യൻറ്റ്. ലീഗൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഒരു അപ്ലിക്കേഷൻ മാത്രം മതി. ഉദാഹരണം പറയാം, ഒരു വ്യക്തി മരണപ്പെട്ടു. ആ വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഷെയറിൻ്റെ ഓണർഷിപ്പ് കിട്ടാൻ എന്തു മതി, ഇദ്ദേഹം ഈ മരിച്ച വ്യക്തിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് തെളിയിക്കുന്ന ഒരു രേഖ ഉണ്ടായാൽ മതി. ആ പ്രൂഫ് സബ്മിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അയാളിലേക്ക് ഷെയർ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, അടുത്തത് എന്താണ്, വാലിഡ് കൺസിഡറേഷൻ ട്രാൻസ്ഫർ ഓഫ് ഷെയർ ടേക്ക് പ്ലേസ് അറ്റ് എനി ടൈം. ട്രാൻസ്ഫർ ഓഫ് ഷെയർ ഏത് സമയത്തും സംഭവിക്കാം. കാരണം ഒരു വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും അയാളുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ട്രാൻസ്മിഷൻ അണ്ടർ സെർട്ടൈൻ സർക്കംസ്റ്റാൻസസ്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ മരണം അല്ലെങ്കിൽ ഇൻസോൾവൻസി ഒക്കെ സംഭവിക്കുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രാൻസ്മിഷൻ നടക്കുള്ളൂ. ഓക്കെ, അടുത്തത് വാലിഡ് കൺസിഡറേഷൻ ഈസ് അവൈലബിൾ. ട്രാൻസ്ഫറിൻ്റെ കേസിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു കൺസിഡറേഷൻ അടിസ്ഥാനത്തിലായിരിക്കും. എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് പ്രതീക്ഷിച്ചായിരിക്കും. അതായത് എ ബി എന്ന വ്യക്തിയിലേക്ക് അയാളുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എക്ക് പകരം എക്ക് അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു ക്യാഷോ അല്ലെങ്കിൽ മറ്റു ബെനിഫിറ്റോ കൊടുക്കേണ്ടി വരും. ഓക്കെ, എന്നാൽ ട്രാൻസ്മിഷൻ്റെ കേസിൽ കൺസിഡറേഷൻ ഒന്നും ഉണ്ടാവില്ല. ഉദാഹരണം പറയാം, ഒരു വ്യക്തി മരണപ്പെട്ടു, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിലേക്ക് അല്ലെങ്കിൽ നോമിനിക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടും. ഓക്കെ, അതിന് പകരമായിട്ട് നോമിനി എന്തും കൊടുക്കൊന്നും വേണ്ട. ഓക്കെ, അവിടെ അതുകൊണ്ട് എന്ത് ചെയ്യും, ട്രാൻസ്മിഷൻ്റെ കേസിൽ എന്ത് ഉണ്ടാവില്ല, ഒരു കൺസിഡറേഷനും ഒന്നും ഉണ്ടാകില്ല. ഓക്കെ, അടുത്തത് ലീൻ ഓൺ ഷെയർ. ലീൻ ഓൺ ഷെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് എ കമ്പനി ടു റീറ്റെയിൻ ദ ഷെയർസ് and even the dividends payable thereon belonging to the shareholder in respect of outstanding call amount or any other debt due from the shareholder of a company. അതായത് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡറുടെ പേരിലുള്ള ഷെയറും അല്ലെങ്കിൽ അയാളുടെ പേരിലുള്ള ഡിവിഡൻഡോ അയാൾ കമ്പനിക്ക് തരാനുള്ള മുഴുവൻ എമൗണ്ടും തരാത്ത സാഹചര്യത്തിൽ അത് പിടിച്ചു വെക്കാനുള്ള കമ്പനിയുടെ അവകാശമാണ് ലീൻ എന്ന് പറഞ്ഞാൽ. അതായത് ലീൻ ഓൺ ഷെയർ എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് ഓഫ് എ കമ്പനി. ആദ്യം മനസ്സിലാക്കുക, കമ്പനിക്കുള്ളൊരു അവകാശമാണ്. എന്തിനുള്ള അവകാശം,
ടു റീറ്റെയിൻ ദ ഷെയർസ് ആൻഡ് ഈവൻ ദി ഡിവിഡൻഡ് പേയബിൾ ടു എ ഷെയർ ഹോൾഡർ. അതായത് ഒരു ഷെയർ ഹോൾഡറുടെ പേരിലുള്ള ഷെയറോ അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കാനുള്ള ഡിവിഡൻഡോ ഒക്കെ എന്ത് ചെയ്യാം, പിടിച്ചു വെക്കാനുള്ള, കൈവശം വെക്കാനുള്ള ഒരു കമ്പനിയുടെ അവകാശമാണ്. ഏത് സാഹചര്യത്തിൽ? ഇൻ റെസ്പെക്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് കോൾ എമൗണ്ട് ഓർ എനി അതർ ഡെപ്റ്റ്. ആ ഷെയർ ഹോൾഡർ കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കടം കമ്പനിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഷെയറിൻ്റെ മുഴുവൻ പണവും അദ്ദേഹം കൊടുക്കാതിരിക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഷെയറോ അല്ലെങ്കിൽ ഡിവിഡൻഡൊക്കെ കമ്പനിക്ക് തന്നെ റീറ്റെയിൻ ചെയ്ത് കൈവശം വെക്കാനുള്ള അവകാശത്തിനാണെന്ന് പറയാം ലീൻ ഓഫ് ഷെയർ എന്ന് പറയാം. ഓക്കെ, അദ്ദേഹം മുഴുവൻ എമൗണ്ട് തരുന്നത് വരെ എന്ത് ചെയ്യാം, കമ്പനിക്ക് ഈ ഒരു അവകാശം ഉപയോഗിക്കാം. അങ്ങനെ കമ്പനി ആ അവകാശം ഉപയോഗിച്ചാലുള്ള മെച്ചം എന്താണ്? ഇറ്റ് ഈസ് ടു പ്രിവെൻറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അണ്ടിൽ ദ എമൗണ്ട് ഡ്യൂ ടു കമ്പനി ഈസ് പെയ്ഡ്. അതായത് കമ്പനിക്ക് കൊടുക്കാനുള്ള മുഴുവൻ എമൗണ്ട് കൊടുക്കുന്നത് വരെ ഈ ഷെയർ ഹോൾഡർക്ക് ഒരിക്കലും അയാളുടെ ഷെയർ വേറൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, ആർട്ടിക്കിൾ എംപവേഴ്സ് ദ ലീൻ ബൈ സെയിൽ ഓഫ് ഷെയർ. അതായത് ആർട്ടിക്കിൾസിൻ്റെ അപ്രൂവൽ ഉണ്ടായി കമ്പനിക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഷെയർ വിൽക്കാം. അതായത് ഒരു വ്യക്തി കമ്പനിക്ക് പണം തരാനുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ലീൻ എന്നുള്ള ഒരു റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഷെയർ പിടിച്ചു വെച്ചേക്കാണ്. ഈ ഷെയർ എന്ത് ചെയ്യാം, കമ്പനിക്കുമാണെങ്കിൽ വിൽക്കാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഷെയർ ഹോൾഡർക്ക് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു അവകാശത്തിനാണ് നമ്മൾ എന്ത് പറയുക, ലീൻ ഓഫ് ഷെയർ എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ കമ്പനിയുടെ പണം തരാനുള്ള ഷെയർ ഹോൾഡർ, ഓക്കെ, കടം വാങ്ങിയ പണമായാലും ശരി, കമ്പനിയുടെ ഷെയർ വാങ്ങിയതിന് തരാനുള്ള ക്യാഷ് ആയാലും തരും, ഏതെങ്കിലും രീതിയിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡർ കമ്പനിക്ക് പണം തരാനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഷെയറോ അല്ലെങ്കിൽ ഡിവിഡൻഡോ ഒക്കെ കമ്പനിക്ക് പിടിച്ചു വെക്കാൻ, റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. ഈ അവകാശത്തിനാണ് നമ്മൾ എന്ത് പറയുക, ലീൻ ഓഫ് ഷെയർ എന്ന് പറയുക. ഓക്കെ, അത് പണിഷ്മെൻറ്റ് ഫോർ പേഴ്സണേഷൻ ഓഫ് ഷെയർ ഹോൾഡർ. ഓക്കെ, പേഴ്സണേഷൻ ഓഫ് ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇഫ് എനി പേഴ്സൺ deceitfully personate as an owner of any security or interest in a company or of any share warrant or coupon issued by in pursuance of this act and thereby obtains or attempt to obtain any such security or interest on such share warrant or coupon or receives or attempt to receive any money due to any such an owner. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു ഏതെങ്കിലും ഒരു വ്യക്തി മനഃപൂർവ്വം ഒരു കമ്പനിയുടെ ഷെയറോ അല്ലെങ്കിൽ ഷെയർ വാറൻറ്റോ അല്ലെങ്കിൽ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള കൂപ്പണുകളൊക്കെ കൈവശപ്പെടുത്തുകയോ അല്ലെങ്കിൽ കൈവശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്താൽ അതിനെ നമ്മൾ പേഴ്സണേഷൻ ഓഫ് ഷെയർ ഹോൾഡർ എന്ന് പറയാം. അതായത് ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡറായിട്ട് എന്ത് ചെയ്യുക, ആൾമാറാട്ടം നടത്തുക. അതാണ് പേഴ്സണേഷൻ എന്ന് പറഞ്ഞാൽ ആൾമാറാട്ടമാണ്. അതായത് ഒറിജിനലി ഇയാൾ കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ വാറൻ്റ് ഒന്നും ഇയാൾ കൈവശം വെക്കാനുള്ള അവകാശമില്ല. ഇയാൾ ആൾമാറാട്ടം നടത്തിയാണ്ട് ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവുകയോ അല്ലെങ്കിൽ ഷെയർ വാറൻ്റ് കൈവശപ്പെടുത്തുകയോ അല്ലെങ്കിൽ കമ്പനി ഇഷ്യൂ ചെയ്ത വല്ല കൂപ്പണോ മറ്റോ കൈവശപ്പെടുത്തുകയോ ചെയ്താൽ he shall be punishable with a imprisonment for a term which shall not be less than 1 year but which may be extended to 3 years and with a fine which shall not be less than 1 lakh rupees but which may be extended to 5 lakh rupees. അത് അങ്ങനെ ചെയ്താൽ സ്വാഭാവികമായിട്ടും മിനിമം 1 വർഷവും മാക്സിമം 3 വർഷം വരെയൊക്കെ തടവ് ശിക്ഷ ലഭിക്കും. അതിൻ്റെ പുറമെ 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയൊക്കെ എന്ത് ചെയ്യും, ഫൈനും കിട്ടും. അതാണ് പേഴ്സണേഷൻ ഓഫ് ഷെയർ ഹോൾഡർക്കുള്ള പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. പേഴ്സൺ ഓഫ് ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡറായിട്ട് ആൾമാറാട്ടം നടത്തുക, അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പം അതിനുള്ള പണിഷ്മെൻ്റാണ് പറഞ്ഞത്. മിനിമം 1 വർഷം, മാക്സിമം 3 ഇയർ വരെ ആകാം. അതോടൊപ്പം തന്നെ 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയൊക്കെ ഫൈനും കിട്ടും. അടുത്തത് റൈറ്റ് ടു നോമിനേറ്റ്. ഒരു വ്യക്തിയെ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്ക് പകരമായിട്ട് ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുന്നതിന് അല്ലേ, അതിന് നമുക്ക് പകരം ഒരു വ്യക്തിയെ, നമ്മുടെ അഭാവത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു വ്യക്തിയെ വെക്കുന്നതിന് നമ്മൾ നോമിനേഷൻ അല്ലെങ്കിൽ നോമിനേറ്റ് എന്ന് പറയാം. എവറി ഹോൾഡർ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി മേ
അറ്റ് എനി ടൈം നോമിനേറ്റ് എനി പേഴ്സൺ ടു വോം ഹിസ് സെക്യൂരിറ്റി ഷാൾ വെസ്റ്റ് ഇൻ ദി ഇവൻ്റ് ഓഫ് ഹിസ് ഡെത്ത്. ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം, ഒരു കമ്പനിയുടെ ഷെയർ കയ്യിലുള്ള ഏതൊരു ഷെയർ ഹോൾഡർക്കും ഏത് സമയത്തും എന്ത് ചെയ്യാം, ഒരു നോമിനിയെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചാലോ അല്ലെങ്കിൽ മറ്റു വല്ല അപകടം സംഭവിച്ചാൽ അദ്ദേഹത്തിന് പകരം നിൽക്കാൻ വേണ്ടിയിട്ട് ഏതൊരു സമയത്തും അവർക്ക് എന്ത് ചെയ്യാം, നോമിനിയെ വെക്കാം. നോമിനേഷൻ ഷാൾ ബി മെയ്ഡ് ആസ് പെർ റൂൾ 19 ഓഫ് ദി കമ്പനീസ് റൂൾസ് 2014. കമ്പനീസ് ആക്ട് 2014 പ്രകാരം റൂൾ 19 ഒക്കെ അനുസരിച്ചാണ് നോമിനേഷൻ ചെയ്യേണ്ടത്. ഓക്കെ. ഇൻ കേസ് ഓഫ് ജോയിൻ്റ് ഹോൾഡേഴ്സ്, ഇനി ജോയിൻ്റ് ഹോൾഡറുടെ കേസിലാണെങ്കിൽ ജോയിൻ്റ് ഹോൾഡേഴ്സ് നോമിനേറ്റ് എ പേഴ്സൺസ്. ഓരോ ജോയിൻ്റ് ഹോൾഡറും അവരുടേതായിട്ടുള്ള നോമിനിയെ അവർ നിർദ്ദേശിക്കും. ഓരോ ജോയിൻ്റ് ഹോൾഡറും അവരുടെ നോമിനി ആരാണോ അന്ന് അവർ നിർദ്ദേശിക്കും. ഓക്കെ. അടുത്തത് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് മെമ്പേഴ്സ്. എന്താണ് ഷെയർ ഹോൾഡറും എന്താണ് മെമ്പറും തമ്മിലുള്ള വ്യത്യാസം? ആദ്യം മനസ്സിലാക്കേണ്ടത്, ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, എ ഷെയർ ഹോൾഡർ ഈസ് എ പേഴ്സൺ ഹു ഹോൾഡ് എ ഷെയർ ഓഫ് എ കമ്പനി. ആരാണോ ഒരു കമ്പനിയുടെ ഷെയർ കൈവശം വെച്ചിട്ടുള്ളത് അവരാണ് ഷെയർ ഹോൾഡർ. അതുകൊണ്ട് തന്നെ ഒരു ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കമ്പനിയുടെ മെമ്പറാണ്. അതായത് ഞാനൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ ആ കമ്പനിയുടെ മെമ്പറാണ്. ഓക്കെ. പക്ഷേ എല്ലാ മെമ്പേഴ്സും ഷെയർ ഹോൾഡർ ആയിക്കൊള്ളണമെന്നില്ല. എല്ലാ ഷെയർ ഹോൾഡറും മെമ്പേഴ്സാണ്, പക്ഷേ എല്ലാ മെമ്പേഴ്സും ഷെയർ ഹോൾഡർ ആയിക്കൊള്ളണമെന്നില്ല. എന്ന് വെച്ചാൽ ഷെയർ വാങ്ങാതെയും ഒരു കമ്പനിയുടെ മെമ്പർ ആകാം, പക്ഷേ ഷെയർ വാങ്ങാതെ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആകാൻ പറ്റില്ല. പക്ഷേ ഷെയർ വാങ്ങാതെയും ഒരു കമ്പനിയുടെ മെമ്പർ ആകാം. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയൊക്കെ ഒരു കമ്പനിയുടെ മെമ്പർഷിപ്പ് ഒരു വ്യക്തിക്ക് കിട്ടുമെന്നുള്ളത്. ഒന്ന്, ബൈ സബ്സ്ക്രൈബിങ് അല്ലെങ്കിൽ എ സബ്സ്ക്രൈബർ ടു ദി മെമ്മറാൻഡം ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിലേക്ക് ഇയാൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഇയാളുടെ പേര് മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ മെമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ ഇയാളുടെ പേരും വരുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി ഒരു വ്യക്തി കമ്പനിയുടെ മെമ്പറാവും. അത് ചിലപ്പോൾ കമ്പനിയുടെ ഷെയർ ഹോൾഡർ അല്ലാത്ത വ്യക്തികളെയും കമ്പനിയുടെ മെമ്പറായിട്ട് വെക്കാം. അടുത്ത്, എവരി അതർ പേഴ്സൺ ഹു അഗ്രീസ് ഇൻ റൈറ്റിംഗ് ടു ബിക്കം എ മെമ്പർ ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ മെമ്പറായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അഗ്രി ചെയ്തിട്ടുള്ള സമ്മതിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയും കമ്പനിയുടെ മെമ്പറാണ്. അടുത്ത, എവരി പേഴ്സൺ ഹോൾഡിംഗ് ഷെയർ ഓഫ് ദി കമ്പനി. നമ്മൾ പറഞ്ഞ് കമ്പനിയുടെ ഷെയർ കൈവശമുള്ള ഏതൊരു വ്യക്തിയും ഓട്ടോമാറ്റിക്കലി കമ്പനിയുടെ മെമ്പറാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സും എന്ത് തന്നെയാണ്, കമ്പനിയുടെ മെമ്പറാണ്. ഓക്കെ. അപ്പം ഏതൊക്കെ രീതിയിൽ ഒരു കമ്പനിയുടെ മെമ്പർഷിപ്പ് വാങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചുരുക്കി പറയുകയാണ്, ബൈ സബ്സ്ക്രൈബിങ് ടു എ മെമ്മറാൻഡം. മെമ്മറാൻഡത്തിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ, അതായത് മെമ്മറാൻഡത്തിൽ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റിൽ അല്ലെങ്കിൽ കമ്പനിയുടെ മെമ്പറായിട്ട് പേര് ചേർക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കലി അയാൾ മെമ്പറായി കഴിഞ്ഞു. രണ്ടാമത്, ബൈ അലോട്ട്മെൻറ്റ്. കമ്പനി ഒരു വ്യക്തിക്ക് കമ്പനിയുടെ ഷെയർ കൊടുത്താൽ ആ വ്യക്തിയും, അതായത് ആ ഷെയർ ഹോൾഡറും കമ്പനിയുടെ മെമ്പറാണ്. അത് ബൈ ട്രാൻസ്ഫർ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു. ഇപ്പോൾ എ എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ കയ്യിലുള്ള ഷെയർ ബി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടാൽ അന്ന് മുതൽ ബി എന്ന് പറഞ്ഞ വ്യക്തി എന്തായി, ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡറായി കഴിഞ്ഞു. അടുത്തത് ബൈ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാം, മരണമോ പിന്നെ അതേപോലെ ഇൻസോൾവൻസി, ലുനസി തുടങ്ങിയ സാഹചര്യങ്ങളാണ് ട്രാൻസ്മിഷൻ സംഭവിക്കുക. ഇങ്ങനെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഷെയർ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിലേക്ക് അല്ലെങ്കിൽ നോമിനിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടാൽ അന്ന് മുതൽക്ക് അല്ലെങ്കിൽ ആ സമയം മുതൽ ഈ നോമിനി അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്താണ്, ഈ കമ്പനിയുടെ മെമ്പറാണ്. ഓക്കെ. അപ്പം ബൈ സബ്സ്ക്രൈബിങ് ടു മെമ്മറാൻഡം, ബൈ അലോട്ട്മെൻറ്റ്, ബൈ ട്രാൻസ്ഫർ, ബൈ ട്രാൻസ്മിഷൻ. ഈ 4 കേസിലാണ് എന്ത് ചെയ്യാം, ഈ 4 മാർഗങ്ങളിലൂടെയാണ് ഒരാൾക്ക് ഒരു കമ്പനിയുടെ മെമ്പറാകാൻ പറ്റുക. ഓക്കെ. ഹൂ മേ ബി എ മെമ്പർ. ആർക്കൊക്കെ മെമ്പറാകാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നമ്മൾ പറഞ്ഞത് ഏതൊക്കെ മാർഗങ്ങളിലൂടെ മെമ്പറാകാം എന്നാണ്. ഇനി ആർക്കൊക്കെ മെമ്പറാകാം, മൈനർക്ക് മെമ്പറാകാം, കമ്പനിക്കാവാം, അതായത് ഒരു കമ്പനിക്ക് വേറെ കമ്പനിയുടെ മെമ്പറാകാം. അത് എങ്ങനെ, ഇതിൽ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ. അടുത്ത, ഫോറിനേഴ്സിന്, പാർട്ണർഷിപ്പ് ഫേമിന്, ട്രേഡ് യൂണിയൻ, ഇവർക്കൊക്കെ എന്ത് ചെയ്യാം, ഒരു കമ്പനിയുടെ മെമ്പറാകാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയർ കൈവശമുള്ള വ്യക്തികളെ മാത്രമേ നമ്മൾ ഷെയർ ഹോൾഡർ എന്ന് പറയുള്ളൂ.
പക്ഷെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഷെയർ ഹോൾഡർ ഓൾറെഡി മെമ്പറാണ്, അതിൻ്റെ പുറമെ കമ്പനിയുടെ ഷെയർ കൈവശമില്ലാത്ത വ്യക്തികൾക്കും എന്ത് ചെയ്യാം, കമ്പനിയുടെ മെമ്പറാകാം. എങ്ങനെ? ബൈ സബ്സ്ക്രൈബിങ് ടു മെമ്പറാൻഡം. ഓക്കെ, മെമ്പറാൻഡത്തിൽ അയാളെ കമ്പനിയുടെ മെമ്പറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അയാൾ മെമ്പറാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഷെയർ കൈവശം വെക്കുന്നതിലൂടെ, അതായത് ബൈ അലോട്ട്മെൻറ്റ്, പിന്നെ ട്രാൻസ്ഫർ വഴി ഷെയർ കിട്ടിയാലോ ട്രാൻസ്മിഷൻ വഴി കമ്പനിയുടെ ഷെയർ കിട്ടിയാലോ ഒക്കെ എന്ത് ചെയ്യും, കമ്പനിയുടെ മെമ്പറായി മാറും. ഓക്കെ, താങ്ക് യു.